ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും നാഥനില്ലാ കളരിയായി മാറിയിരിക്കുകയാണ് താരസംഘടനയായ അമ്മ. നിലവിലെ ഭരണസമിതിയെ പിരിച്ചുവിട്ട സാഹചര്യത്തിൽ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇനി വേണ്ടത്. വിജ്ഞാപനം പുറത്തിറക്കുന്നത് മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം വരെയുള്ള ഘട്ടങ്ങൾ തന്നെ വേണം 1 മാസത്തോളം സമയം. പിന്നീട് അംഗങ്ങൾക്ക് സൗകര്യപ്രദമായ തീയതി നോക്കി അമ്മയുടെ പൊതുയോഗം വിളിക്കണം. എന്നാൽ മത്സരം നടക്കുന്നുണ്ടെങ്കിൽ രഹസ്യ ബാലറ്റിലൂടെയാകും തിരഞ്ഞെടുപ്പ് നടക്കുക. അമ്മയെ ഇനി ആര് നയിക്കുമെന്നതാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഇപ്പോഴത്തെ നിലയിൽ ഇനി മോഹൻലാൽ തലപ്പത്തേക്ക് വരില്ല. മമ്മൂട്ടിക്കും താല്പര്യമില്ല. കാലങ്ങളായി ആവശ്യപ്പെടുന്ന തലമുറ മാറ്റം ഇക്കുറി സംഭവിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. അങ്ങനെയെങ്കിൽ ആദ്യ ചോയ്സ് പൃഥ്വിരാജിനായിരിക്കും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മോഹൻലാൽ അടക്കം നിർബന്ധിച്ചിട്ടും തിരക്കുകൾ പറഞ്ഞ് മത്സരത്തിൽ നിന്നൊഴിഞ്ഞ പൃഥ്വിരാജ് സവിശേഷ സാഹചര്യത്തിൽ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന ആവശ്യം പരസ്യമായി തന്നെ ഉയർന്നു കഴിഞ്ഞു. അടുത്തയാൾ കുഞ്ചാക്കോ ബോബനാണ്. പൊതുസമ്മതൻ എന്നതാണ് കുഞ്ചാക്കോയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. ഇവർ ഇരുവരും ഇനിയും പിന്മാറിയാൽ മുതിർന്ന താരമെന്ന നിലയിൽ ജഗദീഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കോ പരിഗണിക്കപ്പെട്ടേക്കാം. അമ്മയുടെ തലപ്പത്തേക്ക് ഒരു വനിത വരണമെന്ന ആവശ്യം ശക്തമാണ്. കഴിഞ്ഞ തവണ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച കുക്കു പരമേശ്വരൻ, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച മഞ്ജു പിള്ള എന്നിവരൊക്കെ വീണ്ടും മത്സരിക്കാനും സാധ്യതയുണ്ട്. നിഖില വിമലിനെ പോലെ സജീവമായ യുവതാരങ്ങളും പരിഗണിക്കപ്പെട്ടേക്കും. മോഹൻലാൽ ഒഴിയുമ്പോൾ, മമ്മൂട്ടി മാറി നിൽക്കുമ്പോൾ പൊതുസമൂഹത്തിലും സംഘടനയ്ക്കുള്ളിലും ഒരുപോലെ തലപ്പൊക്കമുള്ള ഒരാൾ തന്നെ അധ്യക്ഷ പദവിയിലേക്ക് വന്നില്ലെങ്കിൽ സംഘടനയുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകുമെന്ന ആശങ്ക അംഗങ്ങൾക്കിടയിലുമുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.